സായിഗ്രാം എന്ന സന്നദ്ധ സംഘടനയിലൂടെ വിശ്വാസ്യതയാർജിച്ച ആനന്ദകുമാർ അനന്തകൃഷ്ണനുമായി നടത്തിയ തട്ടിപ്പാണോ ഇപ്പോൾ പുറത്തുവരുന്ന ഓഫർ തട്ടിപ്പ്? ആനന്ദകുമാറിലേക്ക് തന്നെയാണ് അന്വേഷണം നീളുന്നത്. ആരോപണങ്ങൾ വന്നപ്പോൾ നമ്മൾ ആനന്ദകുമാറിനോട് വിവരങ്ങൾ തേടിയിരുന്നു. അന്ന് അദ്ദേഹം അതെല്ലാം നിഷേധിക്കുകയാണ് ചെയ്തത്. എന്തായിരുന്നു അന്ന് ആനന്ദകുമാർ പറഞ്ഞതെന്ന് നമുക്ക് ആദ്യം ഒന്ന് കേൾക്കാം. നമ്മൾ ആനന്ദകുമാറിനെ ആദ്യം സമീപിച്ചപ്പോൾ ആനന്ദകുമാർ പറഞ്ഞത് കേൾക്കും. ആദ്യമായിട്ട് ഒരു 7-8 വർഷങ്ങൾക്ക് മുമ്പ് ലാലി വിൻസെൻറ്റും അനന്തകൃഷ്ണനും കൂടെ ഒരു ഫണ്ടിൻ്റെ കാര്യം പറഞ്ഞു. ഒരു ഫണ്ട് തമിഴ്നാട്ടിലുണ്ട്, അതിനെക്കുറിച്ച് സായിഗ്രാമത്തിന് വേണ്ടി ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയാണ് ആദ്യം എൻ്റെ ഓഫീസിൽ വരുന്നത്. അത് ഏകദേശം ഒരു 7-8 വർഷമായി കാണും. അവർ കേരളത്തിലൊക്കെ അറിയപ്പെടുന്ന ഒരു നേതാവായത് കാരണം അവരാണ് ഇയാളെ കൊണ്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്, എന്നെ പരിചയപ്പെടുത്തുന്നതാണ്. അതിനുശേഷം അവർ പരിചയപ്പെടുത്തിയത് കൊണ്ടാണ് നമ്മൾ തീർച്ചയായിട്ടും ഇയാളെ അടുപ്പിക്കുകയും നമ്മൾ ഈ പ്രസ്ഥാനത്തിൽ ഉൾപ്പെടുത്തുകയും ചെയ്തത്. എന്നാൽ പിന്നീട് ലാലി വിൻസെന്റ് ഇത് തിരുത്തുന്നുണ്ട്. അനന്തകൃഷ്ണനാണ് അനന്തകുമാറിനെ പരിചയപ്പെടുത്തിയതെന്നാണ് ലാലി വിൻസെന്റ് പറയുന്നത്. എന്താണ് ആനന്ദകുമാറിനെതിരെയുള്ള തെളിവുകൾ? ഇതാണ് നിങ്ങളുടെ ചോദ്യമെങ്കിൽ ചില ശബ്ദരേഖകൾ റിപ്പോർട്ടർ പുറത്തുവിടുകയാണ്. വാട്സപ്പ് ഗ്രൂപ്പുകളിലും സംഘടനയുടെ പരിപാടികളിലും തുടക്കം മുതൽ സജീവമാണ് ആനന്ദകുമാർ കേവലം ഒരു സംഘടന, ഈ കോൺഫെഡറേഷന്റെ ഭാഗമായതല്ല. കോൺഫെഡറേഷന്റെ എല്ലാ പ്ലാനുകളും ആനന്ദിന് അറിയാമായിരുന്നു. ആനന്ദകുമാറിന്റെ ശബ്ദരേഖകൾ നമുക്ക് ആദ്യം ഒന്ന് കേൾക്കാം. സംഘടനയിലെ ചിലർ സമാന്തര പ്രവർത്തനം നടത്തിയെന്ന് കണ്ടപ്പോൾ അവർക്ക് താക്കീതെന്ന രീതിയിൽ അനന്തകൃഷ്ണൻ ഗ്രൂപ്പുകളിൽ ഭീഷണി സ്വരത്തിൽ ചില സന്ദേശങ്ങൾ അയച്ചിരുന്നു. ഇതിന് തൊട്ടു പിന്നാലെ KN ആനന്ദകുമാറും ആ ഗ്രൂപ്പുകളിൽ മെസ്സേജ് അയച്ചിട്ടുണ്ട്. ആദ്യം ആ ശബ്ദരേഖ നമുക്കൊന്ന് കേൾക്കാം. രാവിലെ ഒരു അല്പം നല്ല തിരക്കിലാണ്. എല്ലാ ജില്ലയിലെയും കാര്യങ്ങളുടെ അപ്ഡേഷൻസ് രാവിലെ കുറച്ച് മീറ്റിങ്ങുകളിലാണ്. കണ്ടിന്യൂസ് ചില ആളുകൾ കോൾ കട്ട് ചെയ്യുമ്പോഴും വിളിക്കുമ്പോൾ ഏതാണ്ട് എന്നെ വിളിച്ച് കിട്ടാത്തൊരു മനുഷ്യനെ പോലെ വിളിക്കുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നു. ചില മീറ്റിങ്ങിൽ തിരക്കിൽ കൂടി ഞാനിരിക്കുമ്പോഴാണ് ചില കാര്യങ്ങൾ ബാക്കി നടക്കുന്നതെന്ന് നിങ്ങൾക്ക് കൂടി ഒരു തോന്നൽ ഉണ്ടാകണം എന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. ഉച്ചയ്ക്ക് 2 മണിക്ക് ശേഷം മാത്രം പബ്ലിക് ഇതിലുള്ള ആളുകൾ വിളിച്ചാൽ മതി എന്നുള്ളൊരു റൂളിംഗ് നടത്തിയാൽ നന്നായിരുന്നു. സൈമൾട്ടേനിയസ് ആയിട്ട് എല്ലാ കാര്യങ്ങളും നടക്കണമെങ്കിൽ ഓഫീസ് വർക്കും അതുപോലെ തന്നെ കോർഡിനേറ്ററുടെ വർക്കും എല്ലാം നടക്കണം. ഒരുപാട് പേപ്പർ വർക്കുണ്ട്. അത് മനസ്സിലാകുന്നവർക്ക് മനസ്സിലാകുള്ളൂ. ആയതുകൊണ്ട് നാളെ മുതൽ തന്നെ ഇങ്ങനൊരു റൂളിംഗ് ഉണ്ടാക്കണം. അപ്പോൾ ഈ പദ്ധതിയുടെ നടത്തിപ്പുകാരൻ കൂടിയായിരുന്നു ആനന്ദകുമാർ. അനന്തകൃഷ്ണനെ പ്രൊമോട്ടർമാരുടെയും കോർഡിനേറ്റർമാരും നിരന്തരം വിളിക്കുമ്പോഴും ഗ്രൂപ്പിൽ താക്കീത് സ്വരത്തിൽ അനന്തകൃഷ്ണൻ സംസാരിക്കുന്നുണ്ട്. അപ്പോഴും ആനന്ദകുമാർ അനന്തകൃഷ്ണനെ പിന്തുണച്ചുകൊണ്ട് രംഗത്തെത്തുന്നുണ്ട്. ആ ശബ്ദരേഖകൾ കൂടി നമുക്കൊന്ന് കേൾക്കാം. നമ്മൾ സപ്പോർട്ടിംഗ് ഏജൻസികളെ ചേർത്തോ ഇംപ്ലിമെൻറ്റിംഗ് ഏജൻസികളെ ചേർത്തോ ഉണ്ടാക്കുന്ന വാട്സപ്പ് ഗ്രൂപ്പിലെ ഫോൺ നമ്പറുകൾ നിങ്ങൾക്ക് എല്ലാവർക്കും ആക്സസ് ഉള്ളതാണ്. കാരണം ഈ ഗ്രൂപ്പിൽ ആരൊക്കെയാണുള്ളതെന്നുള്ളത് നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ കഴിയുന്ന ആക്സസ് ഉണ്ട്. അപ്പോൾ ആ നമ്പറുകൾ എടുത്തിട്ട് കോൺഫെഡറേഷൻ്റെ അനുവാദമില്ലാത്ത പ്രവർത്തനങ്ങൾ യാതൊരു കാരണവശാലും നടത്തുന്നത് നമുക്ക് അംഗീകരിക്കാൻ പാടില്ല. NGO കോൺഫെഡറേഷൻ്റെ പ്ലാറ്റ്ഫോം ഉപയോഗിച്ചുകൊണ്ട് കോൺഫെഡറേഷൻ ചെയ്യുന്ന അതേ പ്രവർത്തനത്തിൻ്റെ സമാന്തര പ്രവർത്തനങ്ങൾ യഥാർത്ഥത്തിൽ നമ്മൾ അംഗീകരിക്കില്ല. നിലവിൽ അത്തരത്തിൽ ചെയ്യുന്ന എല്ലാ സംഘടനകളെയും നമ്മൾ ഒഴിവാക്കുവാൻ വേണ്ടിയാണ് ഡയറക്ടർ ബോർഡ് തീരുമാനിച്ചിരിക്കുന്നത്. ഇവിടെ നമ്മൾ നടത്തുമ്പോൾ അത് തന്നെ മറ്റേ ഏജൻസികളിൽ നിന്ന് ഏറ്റെടുത്ത് ചെയ്യുന്നവർക്ക് സ്വാഭാവികമായിട്ട് അവർക്ക് ആ ഏജൻസികളെ ഡിപ്പെൻഡ് ചെയ്യാൻ തടസ്സമില്ല. അവർ ആ ഏജൻസികളെ മാത്രം ഡിപ്പെൻഡ് ചെയ്താൽ മതിയാകും. നമ്മളെ ഡിപ്പെൻഡ് ചെയ്യേണ്ടതില്ല. പ്രോപ്പർ ചാനലിലൂടെ അല്ലാത്ത കാര്യങ്ങളിൽ മറുപടി കൊടുക്കുവാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല എന്നതുകൊണ്ട് ഇക്കാര്യങ്ങളിൽ ആ രീതിയിൽ പ്രവർത്തിക്കുന്ന സംഘടനകൾക്ക് ഇവിടുത്തെ പ്രവർത്തനങ്ങളിൽ നിന്ന് പരിപൂർണമായിട്ടും നിങ്ങൾക്ക് ഒഴിവാകാവുന്നതാണ്. കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് ചില സംഘടനകൾ ഈ പ്രസ്ഥാനത്തിന് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് മനസ്സിലായിട്ടുണ്ട്. തീർച്ചയായിട്ടും ആ രീതിയിലുള്ള തെറ്റായ പ്രവർത്തനം അനുവദിക്കുന്നതല്ല. മാത്രമല്ല അവർക്ക് എതിരെ നടപടികൾ ഉണ്ടായിരിക്കുന്നതാണ് ഉടനെ തന്നെ. ഏതെല്ലാം സ്ഥാപനങ്ങളാണ് അങ്ങനെ ചെയ്യുന്നത് എന്ന് ഞങ്ങളുടെ സംസ്ഥാന സെക്രട്ടറി കണ്ടുപിടിച്ച് തീർച്ചയായിട്ടും അവരെ ഈ പ്രസ്ഥാനത്തിൽ നിന്ന് മാറ്റുന്നതാണ്. നമ്മളുടെ ഈ നാഷണൽ NGOs കോൺഫെഡറേഷൻ എന്ന പ്രസ്ഥാനത്തിൻ്റെ സമാന്തരമായിട്ട് ആർക്ക് എന്തു വേണമെങ്കിൽ ചെയ്യാം. പക്ഷേ ഈ പ്രസ്ഥാനത്തിൽ നിന്നുകൊണ്ട് ചെയ്യാൻ അനുവദിക്കുകയില്ല. ഈ പ്രസ്ഥാനത്തിൽ നിന്നുകൊണ്ട് അത്തരത്തിലുള്ള വിരുദ്ധ പ്രവർത്തനങ്ങൾ ചെയ്യാൻ അനുവദിക്കുകയില്ല. ആയതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ്. ആ രീതിയിൽ ചെയ്ത NGOs തീർച്ചയായിട്ടും അതിൻ്റേതായിട്ടുള്ള ശിക്ഷാ നടപടികൾ ഉണ്ടായിരിക്കുന്നതാണ്. നാഷണൽ NGO കോൺഫെഡറേഷൻ അതായിരുന്നു ഈ തട്ടിപ്പിന്റെ മുഖ്യ ആസൂത്രകർ.
ആ സംഘടനയിൽ പ്രവർത്തിക്കുന്നവർക്ക് ആനന്ദ്കുമാർ നൽകുന്ന താക്കീതാണ് പ്രേക്ഷകർ കേട്ടത്. CSR ഫണ്ട് കിട്ടാൻ ഒരു യോഗ്യതയുമില്ലായിരുന്ന അനന്തകൃഷ്ണന് വേണ്ടി ആനന്ദ്കുമാർ ഈ സംഘടനയിൽ താക്കീത് നൽകുന്ന ആളായി മാറിയത് എങ്ങനെയാണ്? ആനന്ദ്കുമാറിന്റെ സ്വാധീനം കൊണ്ടാണ് പല ജനപ്രതിനിധികളും പരിപാടികളിൽ പങ്കെടുത്തതുപോലും. സ്കൂട്ടർ വിതരണത്തിനൊക്കെ എല്ലാ പ്രമുഖരും എത്തിയിട്ടുണ്ട്. ഇനി ഉദ്ഘാടനം ചെയ്യാനുള്ള ജില്ലാ ഓഫീസുകൾ അതാത് MLA-മാരെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിക്കണമെന്ന് ആനന്ദ്കുമാർ നിർദ്ദേശിക്കുന്ന ശബ്ദരേഖയും റിപ്പോർട്ടർ പുറത്തുവിടുകയാണ്. തട്ടിപ്പിന്റെ സൂത്രധാരൻ എന്ന നിലയിൽ ആനന്ദ്കുമാർ എത്തുന്നത് ഇവിടെയാണ്. വിശ്വാസ്യത കൂട്ടാൻ MLA-മാർ തന്നെ ഉദ്ഘാടനത്തിന് വരണം. പറയുന്നത് സാക്ഷാൽ ആനന്ദ്കുമാർ. ഇനി ഉദ്ഘാടനം ചെയ്യുവാനുള്ള ജില്ലാ ഓഫീസുകൾ അതാത് ജില്ലയിലുള്ള MLA-മാരെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. താൽക്കാലികമായി അതാത് ജില്ലകളിൽ എത്തിച്ചേരാനുള്ള ബുദ്ധിമുട്ടുണ്ട്. നമ്മുടെ സ്റ്റേറ്റ് കോൺഫറൻസ് TDM ഹാളിൽ നടക്കുന്നു ആയതുകൊണ്ട് അതാത് ഇനി ബാക്കിയുള്ള ജില്ലകളിലെല്ലാം MLA-മാരെ വിളിച്ച് ഉദ്ഘാടനം ചെയ്യണമെന്ന് ഒന്നുകൂടി ഓർപ്പിക്കുന്നു, അഭ്യർത്ഥിക്കുന്നു.